ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഫ്രൈഡേ ആണ്. സോ നോർമലി ഞാൻ ഫ്രൈഡേ ഓപ്ഷൻ ബൈ ചെയ്യാറില്ല. ഇന്നും ബൈ ചെയ്തിട്ടില്ല. സെല്ലിംഗ് പൊസിഷനേ ഉള്ളൂ. സോ കുറച്ച് ട്രേഡേ ഫ്രൈഡേ എടുക്കുള്ളൂ. അത് സെല്ലിംഗിലായിരിക്കുള്ളൂ, കാരണം പ്രീമിയം കൂടുതലായിരിക്കും. സോ നോർമലി ഫ്രൈഡേ സ്ട്രാഡിൽ പ്ലേസ് ആണ്. ഇതുപോലെ ട്രെൻഡിങ് കിട്ടാറില്ല. നോർമലി സൈഡ് വൈസ് ആയിരിക്കും. കൂടുതൽ പ്രീമിയം ഉള്ളതുകൊണ്ട് സെല്ലേഴ്സ് അട്രാക്റ്റഡ് ആയിരിക്കും. സോ ഞാൻ നോർമലി സെല്ലിയാണ് ചെയ്യാറ് ഫ്രൈഡേസിൽ. സോ ഇന്നും നല്ലൊരു മൂവ് ഉണ്ടായിട്ടും ഓപ്ഷൻ സെല്ലിംഗ് ആണ്. വളരെ കുറച്ച് ട്രേഡേ എടുത്തിട്ടുള്ളൂ. സോ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 24,100 ലെവലിൽ ഓപ്പൺ ചെയ്തു ആൻഡ് നല്ലൊരു സ്ട്രെങ്ത് കാണിച്ചു മാർക്കറ്റ്. സോ 24,200 മച്ച് ആന്റിസിപ്പേറ്റഡ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു. ആ ബ്രേക്ക്ഔട്ട് കിട്ടി. സോ ക്ലിയർലി ഫസ്റ്റ് ക്യാൻഡിൽ ഇറ്റ് സെൽഫ് ആ ഒരു ഇന്റന്റ് കാണിച്ചു. ഇപ്പം നമ്മളൊരു ലോങ് ജേർണി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് മാക്സിമം ഡിസ്റ്റൻസ് രാവിലെ തന്നെ കവർ ചെയ്യും. സോ നിഫ്റ്റി ആ ഒരു ഇന്റന്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കാണിച്ചു. മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു. സോ അതിൽ തന്നെ നമുക്കറിയാം ഒരു ബ്രേക്ക്ഔട്ട് കിട്ടും എന്നുള്ളത്. സോ 24,200 ബ്രേക്കായി. അതിന് കാരണം IT ADR നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ്, നല്ല പോസിറ്റീവ് ആയിരുന്നു. ഇൻഫോസിസ് 4% അപ്പായിരുന്നു. നിങ്ങൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർലി പറയുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ആയിരുന്നു. സോ ഒരേ ഒരു ഹേർഡിൽ എന്ന് പറയുന്നത് 24,200 ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓപ്പൺ സ്പേസ് ആയി. പിന്നെ ഒരു റിജക്ഷൻ പോസിബിലിറ്റി 24,260 ആയിരുന്നു. അതും ബ്രേക്ക് ചെയ്തു. 300 എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നോർമൽ റിജക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് വന്നു. അത് 20 MA വന്ന് അത് സപ്പോർട്ട് എടുത്തു. പിന്നെയും 300 പോയി ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വേണമെങ്കിൽ പുട്ട് സൈഡ് ട്രാപ്ഡ് ആയിട്ടുണ്ടാവും. അഗെയിൻ പവർഫുള്ളി ദേ ബ്രോക്ക് 24,300. അതിനുശേഷം 24,360 വരെ പോയി. അവിടുന്ന് ഒരു വലിയൊരു സെൽ ഓഫ് വന്നിട്ട് അഗെയിൻ ദ റീക്ലെയിം ഓൾമോസ്റ്റ് ദാറ്റ് ലെവൽ ആൻഡ് ക്ലോസ്ഡ് അബൌട്ട് 24,320, which is again a very positive close, which shows the strength. Weekend ആണ്, എന്നിട്ടും Friday we got such a powerful closing in this tension geopolitical scenario that is indicating underlying strength in the market. So market is looking good. Maybe നമുക്ക് Monday തന്നെ ഒരു ബ്രേക്ക്ഔട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അൺലെസ് വേറെ ഒരു നെഗറ്റീവ് സിനാരിയോസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ. സോ ഫ്രൈഡേ ആയിരുന്നു. ഓപ്ഷൻ ബൈയിങ് പൊസിഷൻ ഒന്നും ഇല്ല. ഞാൻ മെയിൻലി ചെയ്തത് 24,200 ഒരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്തു. സോ സ്റ്റാർട്ടിംഗിൽ തന്നെ അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ 24,200 കോൾ സെൽ ചെയ്തു. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പുട്ട് കൂടെ സെൽ ചെയ്തു. അത് സ്ട്രാഡിലാക്കി മാറ്റി. സോ നോൺ ഡയറക്ഷണൽ ആണ്. സോ 24,300 പോകുന്നവരെ എനിക്കൊരു പ്രശ്നമില്ല. 300 എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മാർട്ടിംഗൽ ചെയ്തു. ഡബിൾ ദ കോൾ സെൽ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലൊരു പ്രീമിയം DK വന്നു. അത് ഡെൽറ്റ മൂവ് ഉണ്ടായിരുന്നു. അത് മാർട്ടിംഗൽ ആയതുകൊണ്ട് പാർഷ്യലി ഞാൻ ബുക്ക് ചെയ്യുകയും ചെയ്തു. പാർഷ്യൽ റണ്ണിങ്ങിൽ വിട്ടിട്ട് അഗെയിൻ 300 പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു കോൾ സെൽ ചെയ്തു. അതും എനിക്ക് പാർഷ്യലി ബുക്ക് ചെയ്യാൻ പറ്റി. മാർട്ടിംഗൽ ആണ്. റിമെമ്പർ 2 times ഐ എം സെല്ലിംഗ്. അതിനുള്ള ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളത് ചെയ്യാൻ പറ്റില്ല. മാർട്ടിംഗൽ ഇസ് എ ഡബിൾ എഡ്ജ് സ്വാഡ് ഓൾസോ. അത്രയും ഷുവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡബിൾ ടോപ്പ് ഉണ്ടാക്കി വന്നു. പിന്നെയും ബ്രേക്ക്ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ പുട്ട് സെൽ ചെയ്ത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ചെറിയ ട്രേഡ്സ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ഓപ്ഷൻ ബൈയിൽ കാണിക്കുന്ന പ്രോഫിറ്റ് ഒന്നും കാണിക്കാനില്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും അത് 2 കോടി രൂപ വെച്ചിട്ട് നമ്മൾ 40,000 50,000 ഉണ്ടാക്കിയത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല. സോ സി ഓൺ ദ നെക്സ്റ്റ് ഡേ. താങ്ക് യു.